ഹായ് ഓൾ, ഇന്നൊരു ഫ്രൈഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഭയങ്കര കാമായിട്ടായിരുന്നു ഇന്നത്തെ മോർണിംഗ് ഉണ്ടായിരുന്നത്. മോർണിംഗ് 5:30 മുതലുള്ള വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. രാവിലെ എണീറ്റ ഉടനെ ചായ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇവിടെ പൊതുവെ 2 ചായ ഉണ്ടാക്കലുണ്ട്. ഒന്ന് എണീറ്റ ഉടനെ ഉണ്ടാക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കുടിക്കാനും ഉണ്ടാക്കലുണ്ട്. ഇമ്മ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും ഇപ്പം ബീഫ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ക്ലീൻ ആക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നും ബീഫെല്ലാം ഉണ്ടാവല്, ചില ദിവസം ചിക്കനും ഉണ്ടാവലുണ്ട്. അപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ ചെറുള്ളി, വല്ലുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പൊടികളായിട്ടില്ല മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഗരം മസാല, ഉലുവ, ഇതൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി വെക്കാം ബീഫ്. ഇനി ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കണം ബീഫ്. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് വേവാനുള്ള അത്ര വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് പാൽക്കപ്പയാണ്. അപ്പോൾ കപ്പയൊക്കെ ക്ലീൻ ആക്കി സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലൂടെ രാഗിയും കുടിക്കുന്നുണ്ടായിരുന്നു. കുക്കിങ്ങിന് ഒരു എനർജിക്കൊക്കെ വേണ്ടിയിട്ട് രാഗിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനേ. ഇതുപോലെയുള്ള വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോഴേക്കും നമ്മൾ ബീഫ് റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു. ഉള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ബീഫും കൂടി അതിലേക്ക് ഇട്ടൊന്ന് വറ്റിച്ചെടുത്താൽ നമ്മളെ ബീഫ് റെഡിയായി. പിന്നെ ഇന്ന് വരട്ടി എടുക്കുന്നൊന്നുമില്ല, കുറച്ച് വെള്ളത്തോടെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ പല രീതിയിലും ബീഫ് ഉണ്ടാക്കലുണ്ട്. ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ചില ദിവസം വരട്ടിയതൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോഴേക്കും ഉമ്മ അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പൊതുവേ വെള്ളിയാഴ്ച കുറച്ച് തിരക്കുള്ള ദിവസമായിരിക്കും കുക്കിങ്ങിൽ ഉമ്മക്ക്. അന്ന് കുറച്ച് സ്പെഷ്യൽ ഉണ്ടാക്കണോണ്ട് തന്നെ കിച്ചണിൽ തന്നെ ആയിരിക്കും ഉമ്മ. ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറും ബീഫും പിന്നെ ഉമ്മാന്റെ ഒരു സ്പെഷ്യൽ സാലഡും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ സാലഡിൽ കുക്കുംബർ, ക്യാരറ്റ്, പഴുത്ത മാങ്ങ, പിന്നെ അതിലേക്ക് പഞ്ചസാര, ഉപ്പ്, അധികം പുളിയില്ലാത്ത തൈര് ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ആക്കിയ സാലഡ് റെഡി. പിന്നെ ഇവിടെ എപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇടാറുണ്ട്. ഇപ്പൊക്കെ അത് മസ്റ്റാണ്. അത് ഇട്ടിട്ടില്ലേ ഇപ്പാന്റെ കണക്കിൽ അത് നെയ്ച്ചോറല്ല, അങ്ങനെയാണ് ഇപ്പൊ പറയല്. പിന്നെ അത് മാത്രല്ല, ഇന്നൊരു പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചെറുപയർ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത്രയും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് മധുരമായി കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ എന്തോ കുറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പായസം പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഞങ്ങൾക്കൊന്നും ക്ലാസ് ഇല്ലാത്തൊരു ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഫ്രൈഡേ ഒരു നോർമൽ ഡേ പോലെ പോകും. അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ എന്തെങ്കിലും സ്പെഷ്യൽ റൈസ് എന്തെങ്കിലും ഉണ്ടാക്കി തരലാണ്. ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാത്ത എന്തായാലും ലാഭമായിരിക്കണം. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.